ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ ആഴമുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവിൽ ആഴപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെടും, ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടും, ദൈവിക ദർശനങ്ങൾ വെളിപ്പെടും, ദൈവത്തിന്റെ പ്രവചനങ്ങൾ വെളിപ്പെടും, ദൈവത്തിന്റെ ശുശ്രൂഷകൾ വെളിപ്പെടും, ദൈവിക അധികാരങ്ങൾ വെളിപ്പെടും, ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടും, ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടും. ദൈവം എല്ലാം നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കും. ദൈവമായിട്ടുള്ള നമ്മുടെ ആഴം വളരുമ്പോൾ, അത് വർദ്ധിച്ചു വരുമ്പോൾ ദൈവം നമ്മളെ ജ്ഞാനിയാക്കി തീർക്കും. ദൈവം നമ്മളെ സ്വർഗീയ രഹസ്യങ്ങളെ അറിയുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നവനാക്കി തീർക്കും. അപ്പോസ്തലനായ പൗലോസ് ഫിലോമോന് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ ഈ വിധത്തിലുള്ളൊരു അനുഭവത്തെ കുറിച്ച് പറയുകയാണ്. അതിന്റെ 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ബ്രദറൊന്ന് വായിച്ചു. ക്രിസ്തുവിലുള്ള ഐക്യം മൂലം, ഹല്ലേലൂയ. 1-ാമത്തേതിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ ആഴപ്പെടണമെങ്കിൽ ക്രിസ്തുവിൽ നമുക്കൊരു ഐക്യമുണ്ടാകണം. അഥവാ യേശുവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിൽ, അവിടുത്തെ തിരുവചനത്തിൽ സാക്ഷ്യമുള്ള, വിശുദ്ധിയുള്ള, വേർപാടുള്ള, ജ്ഞാനമുള്ള, ബോധ്യമുള്ള, അറിവുള്ള, സാക്ഷ്യമുള്ള ഒരു വ്യക്തിയായി ഞാൻ മാറണം. ക്രിസ്തുവിൽ എനിക്ക് ഭയങ്കര ഐക്യമുണ്ടായിരിക്കണം. മനുഷ്യരോടുള്ള ഐക്യമോ ബന്ധവും പോലെയല്ല ക്രിസ്തുവിലുള്ള നമ്മുടെ ഐക്യം. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഞങ്ങള് ഇന്ന് ഒരു ഉയർന്ന മലയിൽ കർത്താവിനോടുള്ള ഐക്യത്തിൽ, കർത്താവിന്റെ ആത്മാവിൽ ആഴപ്പെടാൻ, സ്വർഗപിതാവിന്റെ മുമ്പിൽ വിലാപം കഴിക്കാൻ ഞങ്ങളെ ചില ദൈവശുശ്രൂഷകർ ഒരുമിച്ച് കയറി ഈ മലയിൽ ചില മണിക്കൂറുകൾ കർത്താവിന്റെ മുമ്പിൽ വിലാപം കഴിക്കുകയുണ്ടായി. എന്റെ പ്രിയമുള്ളവരെ, കർത്താവിന്റെ ആത്മാവിൽ ആഴപ്പെടാൻ യേശുവുമായി നമുക്കൊരു അഭേദ്യമായ ബന്ധമുണ്ടാകണം. അങ്ങനെ ആ ബന്ധം വളരുമ്പോൾ, ആ ഐക്യം വളരുമ്പോൾ സ്വർഗീയ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് വഴി നമ്മുടെ കർത്താവായ ഈശോ എല്ലാം നമുക്ക് തുറന്നു തരാൻ തുടങ്ങും. നമ്മുടെ കർത്താവ് തുറന്നു തരാൻ തുടങ്ങും. യേശുവുമായിട്ടുള്ള നമ്മുടെ ഐക്യം എത്ര ദൃഢമാകുന്നോ, എത്ര ആഴമുള്ളതാകുന്നോ, ആത്മാവിൽ നമ്മൾ ബലമുള്ളവരായിരിക്കും, കഴിവുള്ളവരായിരിക്കും, അറിവുള്ളവരായിരിക്കും. ഞങ്ങൾ ചില ശുശ്രൂഷയുടെ കാര്യങ്ങളുമായി ദൈവാലോചനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മല കയറി വന്നത്. ഒരു ഉയർന്ന മലയിലാണ്. ബ്രദറെ വായിച്ച്, ക്രിസ്തുവിലുള്ള ഐക്യം മൂലം സകല നന്മകളെയും കുറിച്ച് നമുക്ക് ലഭിക്കുന്ന അറിവ് ആഴമേറിയതാക്കാൻ ക്രിസ്തുവിലുള്ള നമ്മുടെ ആ ബന്ധം, ഐക്യം, സകല നന്മകളെയും കുറിച്ച് നമുക്ക് ലഭിക്കുന്ന അറിവ് ആഴമേറിയതാക്കാൻ ക്രിസ്തുവിലുള്ള നമ്മുടെ സ്വകാര്യ ബന്ധം, ഒരു കൂട്ടായ്മ വരുമ്പോഴോ, ഒരു ധ്യാനത്തിലായിരിക്കുമ്പോഴോ, ശുശ്രൂഷയിലായിരിക്കുമ്പോഴോ ഉള്ള ബന്ധമല്ല. എവിടെയായിരിക്കുമ്പോഴും, ഏതവസരത്തിലും ഏതവസ്ഥയിലും ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, എതിർപ്പുകളിലും ഉയർച്ചയിലും താഴ്ചയിലും കാരാഗ്രഹത്തിലും എവിടെ എങ്ങനെ ദൈവത്താൽ ദൈവമാക്കി നിർത്തുന്നു, അവിടെയെല്ലാം നമ്മൾ കർത്താവിന്റെ യേശുവുമായിട്ടുള്ള ഐക്യത്തിന്റെ ആഴത്തിലായിരിക്കണം. ഹല്ലേലൂയ. പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ, ഒന്നിനെക്കുറിച്ചും പിറുപിറുപ്പില്ലാതെ, ഒന്നിനെക്കുറിച്ചൊരു ആകുലത ഇല്ലാതെ, ഹല്ലേലൂയ, സമചിത്തതയുള്ളവരായി. ഹല്ലേലൂയ. വായിച്ച ബ്രദറെ, ക്രിസ്തുവിനുള്ള ഐക്യം മൂലം യെസ് സകല നന്മകളെയും കുറിച്ച് നമുക്ക് ലഭിക്കുന്ന അറിവ് ആഴമേറിയതാക്കാൻ വിശ്വാസത്താലുള്ള നിന്റെ ഭാഗഭാഗത്വം സഹായകമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഫിലോമോന് എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട്, അഭിഷേകം പകർന്നുകൊണ്ട്, ശുശ്രൂഷയിൽ ശക്തീകരിച്ചുകൊണ്ട്, ശ്രേഷ്ഠനായി എണ്ണിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ക്രിസ്തുവിൽ നിനക്ക് ഭയങ്കര ഐക്യം ഉണ്ടാകണം. ആ ഐക്യത്തിലൂടെ നീ സ്വർഗീയ രഹസ്യങ്ങൾ അറിയുന്നവനായി തീരും. തുടർന്ന് നീ വിശ്വാസികളുടെ ഇടയിൽ ആ വിശ്വാസിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നീ ഒരു പാത്രമായി തീരും. ഹല്ലേലൂയ. യേശുവിൽ ആഴമുള്ള ഒരു വിശുദ്ധ ശുശ്രൂഷ, യേശുവിൽ ആഴമുള്ള ഐക്യമുള്ള
ഒരു വിശുദ്ധ ബന്ധം. ശുശ്രൂഷ ജീവിതത്തിൽ നിങ്ങൾ ഏത് ജീവിതം ദൈവം ഏൽപ്പിച്ചോ, കുടുംബജീവിതത്തിലാണെങ്കിൽ, ശുശ്രൂഷ ജീവിതത്തിലാണെങ്കിൽ, ഏത് ജീവിതത്തിലും യേശുവുമായിട്ടുള്ള ആ ബന്ധം, ആ ഒരു വിശ്വസ്തത. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഐക്യമുള്ളവരായി സ്വർഗരാജ്യത്തിൽ എത്തപ്പെടാൻ, കാണപ്പെടാൻ, പണിയപ്പെടാനൊക്കെയായി, അല്ലേ ബ്രദർ? ആമേൻ. അപ്പൊ നമ്മള് കർത്താവിന്റെ ആത്മാവിൽ ഐക്യമുള്ളവരായി, ആഴമുള്ളത്. ഇപ്പൊ ഈ മലയിലിരുന്ന് ഞങ്ങള് ആരാധിക്കുമ്പോൾ ഇവിടെ മൊത്തം ഫോറസ്റ്റാണ്. വലിയൊരു പാറ ഇടുക്കിലാണ് ഞങ്ങളുള്ളത്. ഒരു പാറക്കെട്ടിന്റെ ഉള്ളിൽ, അതൊരു വലിയൊരു പാറയാണ്. അതിന്റെ അപ്പുറം ഒരു ഗുഹയൊക്കെ ഉണ്ട്, അവിടെ ഒരു ഗുഹയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൽ നിന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുന്ന വെളിപ്പാടുകൾ, മുന്നോട്ടുള്ള പ്രയാണത്തിൽ, ശുശ്രൂഷയിൽ എന്തൊക്കെ ചെയ്യണം, എവിടെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ഏത് വിധത്തിൽ ചെയ്യണം എന്നൊക്കെ ദൈവം ഞങ്ങൾക്ക് ആലോചന തരികയായിരുന്നു. ഞങ്ങള് വേറെ 2 ബ്രദർമാര് താഴെയുണ്ട്. ഞങ്ങള് കുറച്ച് മുകളിലേക്ക് കയറി നിന്ന് നിൽക്കുകയാണ്. അപ്പൊ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നിങ്ങൾ ഐക്യമുള്ളവരും ആഴമുള്ളവരും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ.